സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങള് കൊച്ചി ടിവിയിൽ നിന്നാണ്. കുറെ കൊച്ചു കൂട്ടുകാര് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവരോടത്ത് കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാം സാർ. പിന്നെ കൊച്ചി ടി വി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ ടി വി ആയി കഴിഞ്ഞു. അതിനോടുകൂടി കൊച്ചു കുട്ടികളുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനും ഏതാണ്ട് 90 വയസ്സിന് മുമ്പ് ജനിച്ചവനാ, കൊല്ലത്തിന് മുമ്പ്. അപ്പോ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്ന കാലഘട്ടം എന്റെ മനസ്സിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ചേർന്ന് കുറച്ച് കുട്ടി സ്മരണകൾ ആയിക്കോട്ടെ. ശരി. നമസ്കാരം. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദമാണ്. മുതിർന്നവർ ആരെങ്കിലും വീട്ടിൽ വന്നാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ ഒപ്പം പറയും, എന്ത് പറയും? ഇത് കുട്ടിക്കളിയല്ലേ എന്ന് പറയാറില്ലേ? അപ്പോൾ ഇത് കുട്ടിക്കളിയല്ലേയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമല്ലേ? ചിരിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് കാലം സാഹിത്യത്തിലൂടെ ചിരിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ചിന്തിപ്പിച്ച സാഹിത്യകാരനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്, നമ്മുടെ സ്വന്തം ചെമ്മനം ചാക്കോ സാർ. അപ്പോ ഇത് കുട്ടിക്കളിയാണോ? ഇത് കുട്ടിക്കളി അല്ല എന്നാണ് സാർ ഇവർ പറയുന്നത്. അപ്പൊ ഇവരെല്ലാരും സാറിനോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പ്ലാൻഡ് ആണ്. എല്ലാവരുടെ മുഖം കണ്ടാ അറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, അവരോട് ഇത് കുട്ടിക്കളിയാണെന്ന് അറിയാനായിട്ടൊന്ന് ചോദ്യം ചോദിക്കട്ടെ കേട്ടോ. അതാണ്. അപ്പൊ സാറിന്റെ ചോദ്യം എന്താണ് സാർ? ഇതെന്താണ്? പേന. അത് കുട്ടിക്കളിയാണ്. നേരെ മറിച്ച് ഇത് കുട്ടിക്കളിയാകാതിരിക്കണമെങ്കിൽ ഇതിന് മലയാളത്തില് ഒരു പഴമൊഴിയുണ്ട്, അത് പറയണം. മലയാളത്തിൽ ഇതിന്റെ പഴമൊഴി ആർക്കെങ്കിലും അറിയാമോ? എനിക്കൊരു ഹിന്റും കിട്ടിയില്ല. നിങ്ങൾക്ക് അത് പറയണം, എന്നാലേ കുട്ടിക്കളിയാവാതിരിക്കുള്ളൂ. അറിയാമോ? ഇല്ല. എന്നാൽ ഞാനൊരു ഭാഗം പറഞ്ഞുതരാം. ഇത് ഇരുട്ടുകാട്ടിൽ കുരുട്ടു പന്നി. ഭൂതമല്ല, ഈ പേനുണ്ടല്ലോ, പേന പന്നി പോലെ. അതിന് ഷേപ്പ് കുരുട്ടു പന്നി. അപ്പൊ കുട്ടിക്കളിയല്ല അല്ലേ? ഇനി നിങ്ങൾ ചോദിക്കും. കുട്ടിക്കാലം മുതലേ കവിത എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നു? കുട്ടിക്കാലം മുതലേ കവിത എഴുതാൻ താല്പര്യമല്ല, കുട്ടിക്കാലം മുതലേ കവിത വായിക്കാനും പറയാനും ഒക്കെ താല്പര്യം. അപ്പൊ ഞാന് വായനയിലാണ് ഞാൻ കവിയായത്. എൻ്റെ കുടുംബത്തിലോ എൻ്റെ വീട് വൈക്കം താലൂക്കിലെ മുളക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെമ്മൻ എന്നുള്ളതെൻ്റെ വീട്ടുപേരാണ്. ഈ പ്രദേശത്തോ എൻ്റെ കുടുംബത്തിലൊന്നും കവികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഈ വീട്ടിലൊക്കെ കൃഷിക്കാരുടെ കുടുംബമാണ്. അപ്പോൾ കുറേ ജോലികളൊക്കെ കാണുമല്ലോ പിള്ളേർക്ക്. അപ്പോൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 7 മക്കളിൽ 6-മനാണ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ കൃഷിക്കൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്, എന്നെ എൻ്റെ അനിയനെ. അപ്പോൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരുന്നാൽ ചെറിയ ചെറിയ ജോലികൾ നിന്നൊക്കെ ഒഴിവാക്കി തരും. പശുവിന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ കന്നാലി നോക്കുക, ഇതൊക്കെ ഉണ്ടല്ലോ, അതും ഒഴിവായി കിട്ടും. അപ്പോൾ ചാക്കോച്ചനുണ്ടല്ലോ ഒരു വേലക്കള്ളനാണ്, അവൻ എപ്പോഴും പഠിക്കാനുണ്ട്. അവനിരുന്ന് വായനയായി, എപ്പോഴും ഇത് വായിക്കാനുണ്ട്, ഈ പാഠപുസ്തകം വായിക്കാനുണ്ട്. അപ്പോൾ മുളക്കുളം ഗ്രാമീണ വായനശാലയിലെ ലൈബ്രറി ബുക്ക്, ഗ്രന്ഥങ്ങൾ ചേട്ടന്മാർ മേടിച്ചുകൊണ്ട് വെച്ചങ്ങോട്ട് നിന്ന് വായിക്കും. അങ്ങനെ വായിച്ച് നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളെയൊക്കെ അല്ലാത്ത കുറേ ആളുകളുമൊക്കെ കഥാപാത്രങ്ങളായിട്ട് പുസ്തകങ്ങൾ കൊണ്ട് കിട്ടി. അങ്ങനെ വായനയിൽ രുചി പിടിച്ചു. അങ്ങനെ വായിക്കുക എന്നുള്ള ഒരു ശീലമായി. പള്ളിക്കൂടത്തിൽ നിന്ന് അല്ലെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താൽ റോഡിൽ കൂടെ തന്നെ വായിച്ചുകൊണ്ടാ പോരുന്നത്. കാരണം ചാക്കോച്ചൻ വലിയ വായനക്കാരനാണെന്നൊക്കെ ആളുകൾ മനസ്സിലാക്കണം. അങ്ങനെ വായിച്ച് വായനയാണ് എന്നെ സാഹിത്യകാരനാക്കിയത്. അപ്പോൾ എൻ്റെ സാഹിത്യ ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? മുളക്കുളം ഗ്രാമീണ വായനശാല. അപ്പോൾ നിങ്ങൾക്ക് സാഹിത്യകാരനാകണമെങ്കിൽ പാരമ്പര്യം നോക്കണമെന്നില്ല, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, കവിത വായിക്കുക, ഇതൊക്കെ ചെയ്യണം.
സാർ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, സാറ് വായന കൊണ്ടാണ് ഈ കവിത എഴുതാൻ സാറെ പ്രേരിപ്പിച്ചതെന്ന്. എങ്കിലും സാറ് ജീവിച്ചിരുന്ന അവിടുത്തെ ലൈബ്രറി മാത്രമല്ലാതെ സാറിന് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ള ആരുടെ കവിതകളായിരുന്നു? വള്ളത്തോളാണ് എൻ്റെ ഇഷ്ടകവി. വള്ളത്തോളിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ ആർക്കെങ്കിലും? 10 രൂപ. എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ പേരാ ചോദിച്ചു. പുസ്തകത്തിന്റെ പേര് എനിക്ക് സാഹിത്യമഞ്ജരി 4ാം ഭാഗം. സാഹിത്യമഞ്ജരി സാഹിത്യമഞ്ജരി എന്ന് പറഞ്ഞാൽ അത് 7 ഭാഗമുണ്ട്. അപ്പോ എന്താണ് സാഹിത്യമഞ്ജരി 4ാം ഭാഗം. സാഹിത്യമഞ്ജരി ആരെഴുതിയതാണ്? വള്ളത്തോൾ. വള്ളത്തോൾ ആരാണ്? വലിയൊരു വള്ളത്തോൾ പരമേശ്വരയ്യരോ ആരാണ്? അല്ല, വള്ളത്തോൾ നാരായണ. ഉറക്കെ പറ. വള്ളത്തോൾ നാരായണ മേനു. നീ വാ. അവൾക്ക് 10 രൂപ അവകാശം. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അവിടെ പോയിരുന്നു. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോളിൻ്റെ കവിതകളൊക്കെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. സാഹിത്യമഞ്ജരി എന്ന് പറഞ്ഞ ഇതിലൊക്കെ ആ കുട്ടിക്ക് പറഞ്ഞില്ലേ, അതിലാണ് എൻ്റെ ഗുരുനാഥൻ എന്നൊക്കെയുള്ള ലോകമേതര അവാർഡ് ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചുകൊണ്ട് പോകും. അങ്ങനെ കവിത പഠിച്ച് ഈ പാഠത്തിൻ്റെ വരമ്പുകളാണ് എന്നെ കവിയാക്കിയതെന്ന് പറയാം. പഠിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു കാവ്യ സംസ്കാരം ഉണ്ടാവും. കുറേ കവിതയൊക്കെ നിങ്ങൾക്ക് ആർക്കും കവിയാകണമെങ്കിൽ കവിതകൾ ഇങ്ങനെ പഠിക്കണം. കാണാതെ പഠിച്ചത് ഉറക്കെ ചെല്ലണം. ഉറക്കെ ചെല്ലിയൊക്കെ ഒരു കാവ്യ സംസ്കാരമുണ്ടാവും. എന്നിട്ട് അങ്ങനെ ഒരു കാവ്യ സംസ്കാരം എനിക്കുണ്ടായിരുന്ന ഇന്ന് എഴുതി നോക്കിയാൽ എന്താ തോന്നുന്നു. അങ്ങനെ ചിലതൊക്കെ എഴുതാൻ തുടങ്ങി. ആ രീതിയിലാണ് ഈ കവിതയിലേക്ക് വന്നത്. സാറിന് ഹാസ്യ കവിത എഴുതാൻ സാറിന് കിട്ടിയ പ്രചോദനം? ഹാസ്യ കവിത എഴുതാൻ പ്രചോദനം എന്ന് പറഞ്ഞാൽ കവിത ആളുകളെ രസിപ്പിക്കുന്നതായിരിക്കണം. രസിപ്പിക്കുന്ന കവിതയിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വളർന്നു വരിക. അവർ തമ്മിൽ ഭയങ്കര മത്സരമായി. മുതലാളിത്തത്തിനെതിരെ പോരാടേണ്ടവർ ഇടതും വലതും തമ്മിലായിട്ട് അടിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ ഒരു സമത്വം വന്നാൽ കൊള്ളാവുന്നുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം ഒന്ന് കുറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഈ ഇടതും വലതും കൂടെ പോരടിച്ചാൽ ഒക്കുമോ? നടക്കുമോ? അതില്ല. അപ്പോൾ പിന്നെ ഇതിനെ ഒന്ന് വിമർശിക്കണ്ടേ, ഇങ്ങനെ വിട്ടാൽ മതിയോ എന്നോർത്തുകൊണ്ട് ഞാൻ ഉൾപാർട്ടി യുദ്ധം എന്നും പറഞ്ഞുകൊണ്ട്, പാർട്ടിക്കകത്തുള്ള യുദ്ധം. ഏതൊക്കെ പാർട്ടിയാ? ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അപ്പോൾ ഞാൻ നേരം വെളുത്തെന്നും വെളുത്തില്ലെന്നും രണ്ടടയ്ക്കാ പക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ മുളക്കുളത്ത് ഒരു ചൊല്ലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ? നേരം വെളുത്തെന്നും വെളുത്തില്ലെന്നും രണ്ടടയ്ക്കാ പക്ഷി. അവിടെ ഒരു ആശയ സംഘടന ഉണ്ടല്ലേ, ഒരാൾ വെളുത്തു വേറൊന്ന് വെളുത്തില്ല എന്നും പറഞ്ഞു. ഇങ്ങനെ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഇടതും വലതും കൂടെ പോരടിക്കുന്നതിൻ്റെ ഒരു കവിത എഴുതി. അതിന് ഭയങ്കര സ്വീകരണം കിട്ടി. അപ്പോൾ അതിലൊക്കെ വിനോദം, നട്ടുച്ചയ്ക്ക് നിന്നോണ്ടാ, അതിലൊക്കെ വിനോദം. ആ സമയത്ത് തലമോളിൽ തിളങ്ങി നിന്നിരുന്നു ഉഗ്രപ്രതാപനർക്കൻ. സൂര്യൻ നട്ടുച്ചയ്ക്ക് നിൽക്കുമ്പോഴാണ് മടയൻ പക്ഷി നേരം വെളുത്തു എന്ന് പറയുക. ഉച്ചയ്ക്കാണ് വെളുത്തു എന്ന് പറയണ്ടേ, മടയൻ. മടിയൻ പക്ഷി ഉച്ചയ്ക്ക് വെളുത്തില്ല എന്ന് പറയുക. അത് ഉച്ചയായാലും അവന് വെളുത്തില്ലെന്ന് സ്ഥാപിക്കണം. അങ്ങനെയുള്ള 2 പക്ഷികൾ തമ്മിൽ കടിച്ചു വീഴുന്നത് പോലെയാണ് ഈ ഇടതും വലതും തമ്മിൽ കടിച്ച് അവരുടെ ഈ സമത്വം എന്ന് പറയുന്ന ആ ലക്ഷ്യം നേടുന്നതിന് വിഘാതമായിട്ട് പോകുന്നു പറയുന്ന കവിത. അതിന് ഭയങ്കര സ്വീകരണം. അതാണ് എൻ്റെ ആദ്യത്തെ ശ്രദ്ധേയമായ കവിത. ഇത് കുട്ടികളിയല്ല സർ, ഒരുപാട് പേര് ഇതിൽ കവിത പാരായണ മത്സരത്തിൽ വിജയികളായവരുണ്ട്. ഒരുപാട് നന്നായിട്ട് കവിത ചൊല്ലുന്ന കുട്ടികൾ ഇതിൽ കൂട്ടത്തിലുണ്ട്. സാറിന് അത് ആരെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാമോ? സാറിന് കണ്ട് അവരെ ഒന്ന് സംസാരിച്ചിട്ട് അവരെ കൊണ്ടൊരു കവിത ചൊല്ലിക്കണം. ഈ ശങ്കരക്കുറുപ്പിൻ്റെ കവിത, ഒരു കവിത ചൊല്ലാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഓടക്കുഴലിതു നീടുറ്റ കാലത്ത് കൂടയിൽ മൂകമായി വീഴാം നാളെ. മൺചിതലായേക്കാമല്ലെങ്കിലിത്തിരി വെഞ്ചാരം മാത്രമായി മാറിപ്പോകാം. നന്മയെ പറ്റി വിനിശ്വസിക്കാം ചിലർ, തിന്മയെ പറ്റിയേ പാടു ലോകം. എന്നാലും നിൻ കയ്യിലർപ്പിച്ചൊരൻ ജന്മം, എന്നാലും ആനന്ദം സാന്ത്വനം.
ധന്യം. സമയം എല്ലാവർക്കും വേണ്ടേ, അതുകൊണ്ട് നീ ജനിച്ചോ. ആഹാ, വന്നോ വന്നോ വന്നോ. നീ നേരത്തെ കിട്ടിയോ? നേരത്തെ ഒന്ന് കിട്ടിയതാണോ? എന്നാലും ഇരിക്കട്ടെ ഏതായാലും. അപ്പം സാർ, ഈ കവിത ചൊല്ലുമ്പോഴാണ് നമ്മൾ ഈ സ്കൂൾ യുവജനോത്സവങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ കവിത അവർ നന്നായിട്ട് പഠിക്കുന്നതും ചൊല്ലുന്നതും. ഈ കവിത ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യുവജനോത്സവ വേദിയൊക്കെ ചൊല്ലുമ്പോൾ, കവിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടെ ഗുണമാവും സാർ? കവിത ചൊല്ലുമ്പോഴേ പ്രധാനമായിട്ടും എന്താണ് അതിലെ ആശയം എന്നുള്ളതിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ആ ആശയം വ്യക്തമാകത്തക്ക വിധത്തിൽ പദങ്ങൾ മുറിക്കണം. അതനുസരിച്ച് ഉള്ള ഒരു ഈണം, കൂടുതൽ സംഗീതമാകരുത്. അതിന് ഇപ്പോൾ വൃത്തത്തിന് ഇപ്പോൾ കാകളി ഒരുണ്ട്, കേക ഒരെണ്ണമുണ്ട്, പിന്നെ അങ്ങനെ ഓരോ മണികാഞ്ചി എന്നൊക്കെ ഉള്ള ഓരോ വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ ആവശ്യത്തിനുള്ള ഗദ്യമല്ലെന്ന് തോന്നാനുള്ള പദ്യം ആ ഗാനം മാത്രമേ വരാവുള്ളൂ. അങ്ങനെ ആശയമായിരിക്കണം മനസ്സിൽ. നാളെ പറയുന്നത് ഇപ്പോൾ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നവസേ നമസ്കാരം എന്ന് പറയുക. ഇതെല്ലാം ആകാശത്തിൻ്റെ പര്യായങ്ങളാണ്, വള്ളത്തോളിൻ്റെ ഒരു കവിതയിലുള്ളതാണ്. അപ്പോൾ വാനമേ ഗഗനമേ എന്നുള്ളതിനൊക്കെ ഓരോന്നിനും പ്രത്യേക അർത്ഥമുണ്ട്. അത് ദ്യോതിക്കത്തക്ക വിധത്തിൽ അതിന് ഉച്ചാരണം ക്രമപ്പെടുത്തണം എന്നർത്ഥം. അല്ലെങ്കിൽ പച്ചയാം വിരിപ്പിട്ട സഹീനിൽ തലവച്ചും സ്വച്ഛാബ്ധി മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും. അപ്പോൾ പാദ ഉപധാനം എന്നുള്ളതിന് പാദോപധാനം അതൊക്കെ പറയുമ്പോൾ ആശയത്തിനനുസരിച്ചാണ് ആ വാക്കുകൾ കിടക്കുന്നത്. അത് ശ്രദ്ധിച്ചു വേണം വാസ്തവത്തിൽ ചെല്ലാൻ. അപ്പം ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് ആശയത്തിനാവശ്യമായിരിക്കുന്ന വൃത്ത ഗന്ധം ഉണ്ടാകുന്നതിന് മാത്രമുള്ള സംഗീതത്തോടു കൂടി വേണം പദ്യം ഉച്ചരിക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ ഇത്രയും വയസ്സായില്ലേ, എന്നിട്ടും ഈ മുടി നരയ്ക്കാത്തതിന്റെ രഹസ്യം എന്താ? എൻ്റെ കുട്ടി, എൻ്റെ മുടി നരയ്ക്കാത്തതിൻ്റെ രഹസ്യം ചോദിക്കേണ്ടത് എന്നോടല്ല. അത് ചോദിക്കാനൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം, അവരോട് ചോദിക്കുക. ഗോദറേജ് കമ്പനി എന്നാണ് അതിൻ്റെ പേര്. രഹസ്യം പിടികിട്ടിയില്ലേ സാറിന്? രാഷ്ട്രീയം നമുക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ സ്വാതന്ത്ര്യം, എനിക്ക് 90 വയസ്സായെന്ന് പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തവനാണ്. സ്വാതന്ത്ര്യം നമ്മൾ അടിമത്തത്തിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ 200 കൊല്ലം. ഇവിടുത്തെ സ്വത്തുക്കളെല്ലാവരും കുത്തിവാരി കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയാലേ രാജ്യം നന്നാവും. അതിനുവേണ്ടി സ്വാതന്ത്ര്യ സമരം ഇവിടെ ഉണ്ടായി. വരിക വരിക സഹചരി സഹന സമര സമയമായി. സഹന സമരമാണ് ഇത്. ഇങ്ങോട്ട് ആക്രമിച്ചാലും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കില്ല, സഹിച്ചുകൊണ്ട് എതിർക്കും. അങ്ങനെ സമരമായി കരളുണർന്ന് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാഥയ്ക്കുമൊക്കെ നടന്നിട്ടുള്ളവരാണ് ഞാൻ. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ടവർ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പാലും തേനും ഒഴുകും എന്നുള്ളതാണ്. അത്രയ്ക്ക് ഈ രാജ്യം നന്നാകുന്നില്ല. പക്ഷേ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറേ നാൾ അങ്ങനെയായിരുന്നു, നല്ല ഭരണാധികാരികളുണ്ടായിരുന്നു. പക്ഷേ ഈ അധികാരം എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഒരു ജീവിത മാർഗമായിട്ട് അധപതിച്ച് എനിക്കിതെന്തെല്ലാം നേടാനായിട്ട് അധികാരത്തിൽ വന്നവർ ആദ്യത്തെ ആദർശശാലികളങ്ങ് പോയിട്ട് ആദർശ രാഷ്ട്രീയം പോയിട്ട് അവനവൻ്റെ കാര്യം നേടുവാനുള്ള ഒരു ജീവിത മാർഗമായിട്ട് ഇത് അധപ്പതിച്ചു രാഷ്ട്രീയം. അങ്ങനെ അധപ്പതിച്ചതോടുകൂടി രാഷ്ട്രീയത്തോടുള്ള എൻ്റെ കമ്പം പോയിട്ട് ഇത് വയറ്റിപ്പഴപ്പുകാർക്കുള്ളൊരു ഇടപാടായിട്ട് രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഏതാണ്ട് അപൂർവം ആദർശശാലികളുണ്ടെന്നല്ലാതെ ബഹുഭൂരിപക്ഷവും ആളുകളും സ്വന്തം കാര്യസാധ്യത്തിനോ അധികാരത്തിലോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തെ ഉപാസിക്കുന്നവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ മേഖല ഞാൻ ഏതാണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു. അതേസമയത്ത് ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ പഠിച്ചിട്ട് ഒരു വോട്ടവകാശമുള്ളത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്ഥാനാർത്ഥികളെ പഠിച്ചിട്ട് രാജ്യ നന്മയ്ക്ക്, എൻ്റെ നന്മയ്ക്കല്ല രാജ്യത്തിൻ്റെ നന്മയ്ക്ക്, ഇതിൽ ആരായിരിക്കും തമ്മിൽ ഭേദം തൊമ്മി എന്ന് പറയില്ലേ, അതുപോലെ തമ്മിൽ ഭേദം തൊമ്മിക്ക് ഞാൻ വോട്ട് ചെയ്യും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമീപനം.
അപ്പം നമുക്ക് നല്ലൊരു കവിത കേൾക്കണമെന്ന് തോന്നുന്നില്ലേ? ഇല്ലേ? എല്ലാവർക്കും തോന്നുന്നില്ലേ? അത് നമുക്ക് സാറിൻ്റെ ഒരു നല്ലൊരു കവിത കേൾക്കാം. ഒരു നല്ലൊരു കവിത സാർ നമുക്ക് വേണ്ടിയിട്ട്. ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചിയിൽ, കായഗാന്ധിയും പ്രകൃതിയും പണ്ടേ പോലിരിക്കുന്നു. ഗാന്ധിജിയുമിലെ ഇന്നത്തെ പോലെ രാഷ്ട്രീയക്കാരൻ ഇന്ന് കേരള കോൺഗ്രസിലായിരിക്കും, നാളെ മാണിയുടെ കൂടെ ആയിരിക്കും. അങ്ങനെയുള്ള മാറ്റമൊന്നും ഗാന്ധിജിക്ക് വരില്ല. കായഗാന്ധിയും പ്രകൃതിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഞാൻ ചൊല്ലിയെന്താണ്? പണ്ടേ പോലിരിക്കുന്നു. പണ്ടത്തെ പോലെ തന്നെ. അതെ, മാറ്റമില്ല. വീണ്ടും വന്നു. ഗാന്ധിജി മരിച്ചിട്ട് കുറേ കൊല്ലം കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സങ്കല്പമാണ്. പണ്ടേ പോലിരിക്കുന്നു മുഴുകും ജനം, മുഴുകും ശതം കാര്യവ്യഗ്രതയ്ക്കിടയ്ക്ക്, ഒന്നിച്ചൊഴുകും ജനം തിങ്ങുമാ മെയിൻ റോഡിൽ കൂടി, മെല്ലവേ വടി കുത്തി കുത്തി നീങ്ങുന്നു ദേവൻ, പല്ലില്ലാ ചിറി കൊണ്ട് പാലുപോൽ ചിരിക്കുന്നു. ഗാന്ധിജി വന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര അഭിവൃദ്ധിയാണ്. ഗാന്ധിജിയുടെ ചെറുപ്പകാലത്ത് റോഡൊക്കെ നടക്കാൻ തന്നെ റോഡുകളില്ലായിരുന്നു. ഇപ്പോഴെല്ലാം നല്ല ടാറിട്ട് സുന്ദരമാക്കിയിരിക്കുന്നു. കെട്ടിടങ്ങളേറെ ഇല്ലായിരുന്നു. ഇപ്പോഴ് ആകാശം പൊട്ടുന്ന ഭയങ്കര കെട്ടിടങ്ങൾ. ചെരുപ്പുള്ള ഒരു മനുഷ്യനില്ലായിരുന്നു. ഇപ്പോഴ് ഒന്നാന്തരം വേഷം. അങ്ങനെ സകലത്തിലുള്ള അഭിവൃദ്ധി. അപ്പോൾ പല്ലില്ലാ ചിരി കൊണ്ട് പാലുപോൽ ചിരിക്കുന്നു. കുറേ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ആളൊഴിഞ്ഞൊരു ഭാഗത്ത് അരികിൽ മൊട്ടത്തലമേലെഴും വിയർപ്പൊന്ന് തൂത്തു നിൽക്കുമ്പോഴേക്കും ആ കുടച്ചെവി പൊട്ടുമാറ്, കവിത ചെവിച്ചിരി മുഴുത്താന്നറിയാമല്ലോ, പൊട്ടുമാറ് കേൾക്കയായി പിന്നിൽ സൈക്കിളിൻ ബെല്ലച്ചയൊന്ന് അടിപ്പൂ തിമിർത്താറ്. ഒരു ഭയങ്കര സൈക്കിളിൻ്റെ ബെല്ലോ അടിച്ചുകൊണ്ടിങ്ങോട്ട് വരിക തിമിർത്താർ. വഴിയിൽ നിന്നും മാറി നിൽക്കും ഓപ്പിൽസേ. ഗാന്ധി ഈ വന്നവന് മൂപ്പിൽസായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഫ്രീക്കന്മാര് വിളിച്ചതാ. അപ്പോ വഴിയിൽ നിന്നും മാറി നിൽക്കും മൂപ്പിൽസേ, പണ്ടേ കുഴിയിൽ പോകേണ്ടുന്നാൻ എന്തിനായി കറങ്ങുന്നു. ഉഗ്രമാം പുച്ഛത്തിൻ്റെ കണ്ണുകൊട്ടിയും. എല്ലാത്തിനോടും പുച്ഛം ഇപ്പോഴത്തെ യുവതലമുറയ്ക്കുള്ളതുപോലെ. അപ്പോൾ പുച്ഛത്തിൻ്റെ കണ്ണുകൊട്ടിയും സൈക്കിൾ ചക്രം ആ കാൽപ്പത്തിയിൽ കയറുവാർ അടുപ്പിച്ചും ആക്ഷേപച്ചരക്കുമായി മുന്നിൽ വന്നിറങ്ങുന്ന ഒരാ ക്ഷേമകുമാരനെ കൺകളാൽ കണ്ടു. ഈ വന്നിരിക്കുന്ന പയ്യനുണ്ടല്ലോ, ആധുനിക ഭാരതത്തിൻ്റെ പയ്യനാ. അവന് യാതൊരു ചള്ളും ചളുക്കുമില്ല. ക്ഷേമകുമാരനെ കൺകളാൽ കണ്ടു. കടുവാപ്പടം തിങ്ങും ഉടുപ്പും, പക്ഷിക്കുടുവ പിടിപ്പിച്ച തലയും. ഇപ്പം അത് കാണാനില്ല അല്ലേ? പണ്ട് കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷിക്കുടുമ പിടിപ്പിച്ച തലയും, കൂളിംഗ് ഗ്ലാസിൽ മുക്കാലും പുതപ്പിച്ച മുഖവും, അതിൽ ചുണ്ടിൽ തൽക്കാലം പിടിപ്പിച്ച ചാർമിനാർ സിഗരറ്റും, ഇറുകിക്കാലിൽ പറ്റിച്ചേർന്ന് അഴിഞ്ഞഴിഞ്ഞീലെന്നരയിൽ തർക്കിക്കുന്ന പാൻസും, ലോ വേസ്റ്റ് പാൻറ്. നവ്യഭാരതത്തിൻ്റെ നല്ല നാളതൻ വിധാതാവിനെ കണ്ടു ഗാന്ധി. ഇവരാണ് ഈ നല്ല ഭാരതം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗാന്ധി ചോദിച്ചു, എവിടെ പോകുന്നു നീ മകനെ? കാലേ സൈക്കിളൊക്കെ കയറ്റി വിടാനുമ്പോൾ ഞാനാണെങ്കിൽ 2 കൊടുക്കും, അല്ലെങ്കിൽ തള്ളി മാറ്റുമൊക്കെ വയ്ക്കും. പക്ഷേ ഗാന്ധി അതല്ല. എവിടെ പോകുന്നു നീ മകനെ ചോദിക്കുന്നു ഭുവനം സ്നേഹത്തിൻ്റെ രശ്മിയാൽ കുളിപ്പിച്ചോൻ. എന്തായിരിക്കും എൻ്റെ മറുപടി? ആ പയ്യൻ്റെ മറുപടി എന്തായിരിക്കും? എവിടെ പോകുന്നു നീ മകനെ ചോദിച്ചു. എൻ്റെ പയ്യൻ പറഞ്ഞത് കെട്ടിത്തൂങ്ങുവാൻ പോകുന്നു. ഞാൻ ചോദിച്ചാവാൻ പോകുന്നത് എനിക്കെന്നാ വേണം? കെട്ടിത്തൂങ്ങുവാൻ പോകുന്ന അപ്പൂപ്പൻ എന്തോ വേണം. കെട്ടിച്ചു നൽകാൻ വീട്ടിൽ പെൺമക്കളുണ്ടോ സൈസിൽ എന്നാണ് അവൻ്റെ ചോദ്യം. അവർ സെക്സിൻ്റെ ആലോചനയൊക്കെ എന്തിനാ ചോദിക്കണത്? വീട്ടിൽ പെണ്ണ് കെട്ടിച്ചേരാനുണ്ടോ എനിക്ക് എന്നുള്ള പാട്ടിൽ. അപ്പോൾ കരം പൊങ്ങിപ്പോയി പൊത്തുവാൻ, ബ്രിട്ടീഷ് സിംഹം ഭീകരം ഗർജിച്ചിട്ടും പൊത്താത്തൊരാ ശ്രോത്രങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സിംഹം, ബ്രിട്ടീഷുകാരുടെ മൃഗമേതാണ്? സിംഹമാണ്. അറിയാവോ? അറിയില്ല. ഓരോ രാജ്യത്തിനും ഓരോ മൃഗമുണ്ട്. ഇന്ത്യയുടെ മൃഗം എന്താ? ആണോ? ഇംഗ്ലണ്ടിൻ്റെ സിംഹം ഇപ്പോൾ പറഞ്ഞല്ലേ, സിംഹം. അപ്പോൾ ബ്രിട്ടീഷ് സിംഹം ഭീകരം ഗർജിച്ചിട്ടും
പൊത്താത്തൊരാ ശ്രോത്രങ്ങൾ, ആ ചെവികൾ എന്നർത്ഥം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പൊത്താത്തൊരാ ശ്രോത്രങ്ങൾ. ഇതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലായോ, ഇന്നത്തെ ജനറേഷനെ സാറ് ചിരിപ്പിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കണം എങ്ങനെ ആവരുത് എന്നാണ് സാർ ഇതെന്ന് പറഞ്ഞത്. ഇതിലേക്ക് വരും. അതെ, അങ്ങനെ അത് വരുന്നുണ്ട്. സാറിന്റെ കവിതകൾ കൊണ്ട് ആർക്കെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആളില്ലാ കസേരകൾ എന്ന് പറഞ്ഞ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആളില്ലാ കസേരകൾ. ആളില്ലാ കസേരകൾ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും അത്? നമ്മുടെ ആഫീസുകളിൽ ജോലി സമയത്തൊക്കെ ആളുകൾ ഇറങ്ങി നടക്കും. അവിടെ ചെല്ലുമ്പോൾ ആളില്ലാ കസേരകളായി. അപ്പോൾ ഒരു വയസ്സൻ പ്രോവിഡൻറ്റ് ഫണ്ട് മേടിക്കാനായിട്ട് PF എന്ന് പറയും, പ്രോവിഡൻറ്റ് ഫണ്ട് ആഫീസിൽ ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല, എല്ലാം 4 മണിക്കാണ് ചെല്ലണേ. കാപ്പി കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ മാത്രമേ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരെന്ന് ചോദിച്ചു കാപ്പി കുടിക്കാൻ പോയതാണെന്ന്. അപ്പോൾ വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് ആരും വരുന്നില്ല. അപ്പോൾ കാപ്പി കൂടി വീട്ടിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റൂള് കിടന്ന് അവിടെ ഇരുന്നെ പോക്കറ്റ് കടലാസ് എടുത്തിട്ട് ഈ PF എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടിയ ശമ്പളത്തിൽ നിന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ്. പെൻഷനാണെങ്കിൽ ഒരു സൗജന്യം വന്നില്ല. അപ്പോൾ കയ്യിലെ കാശും കൊടുത്ത് ഈ വിധം തേരാപ്പാരാ വയ്യനിക്ക് എജീസ് ഓഫീസ് കയറുവാൻ ഭഗവാന് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നായകൻ വേണമല്ലോ. അപ്പോൾ എൻ്റെ പേര് നാരായണൻ പണ്ടാരം എന്നാക്കി. പണ്ടാരം എന്ന് പറഞ്ഞാൽ ഒരു ദുരർത്ഥമുണ്ട്. അപ്പോൾ ഒരു ജാതിയുണ്ട്. അപ്പോൾ എന്നാ പെട്ടെന്ന് തോന്നിയതാ. അങ്ങനെ എൻ്റെ പേര് നാരായണൻ പണ്ടാരം, അധ്യാപനത്തിൻ്റെ 30-5 ആണ്ട് താണ്ടിയ വൃദ്ധൻ. ഞാൻ പിന്നെ താമസം വൈക്കം താലൂക്കിലെ തെക്ക് ഭാഗത്ത് ഓല കെട്ടിയ വീട്ടിൽ. ഓല കെട്ടി എന്ന് പറയുമ്പോൾ വലിയ കുടുംബസ്ഥിതിയൊന്നും ഇല്ലെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ വൈക്കം താലൂക്ക് എൻ്റെ താലൂക്കുമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ അവതരിപ്പിച്ചു. ആ കവിതയ്ക്ക് വലിയ പ്രചാരം കിട്ടിയതാണ് ആ കവിത. അപ്പോൾ ഞാൻ വേറെ ഒരു അവസരത്തിൽ ഒരു വയസ്സനിങ്ങനെ ഞാൻ വഴുതക്കാട് നിന്ന് ഞാൻ തിരുവനന്തപുരം താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വഴുതക്കാട് ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഒരു കിളവൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ മുഷിഞ്ഞ രൂപയും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ആ കവിതയിലെ നാരായണൻ പണ്ടാരം പോലെ തോന്നുന്നു. അപ്പോൾ അയാളിങ്ങനെ വരുന്നുണ്ട് ഒരുത്തൻ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മാറി നിന്നപ്പോൾ ഇയാൾ എൻ്റെ നേരെ വന്നിട്ട് അപ്പോൾ കണ്ട ഒരു പ്രാന്തരം ഒരു നോർമൽ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ വന്നിട്ട് സാറിന് 101 നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് സാറിന് നമസ്കാരം എന്നല്ല എല്ലാവരും പറയാറുണ്ട്. ഇനി അഥവാ പറയുകയാണെങ്കിൽ സാറിന് 100 നമസ്കാരം എന്നല്ല, ഈ 101 എവിടുന്നാണ്? അപ്പം ഇയാൾ കുഴപ്പക്കാരനാണ് തീരുമാനിച്ചു. ഏതായാലും വിചാരിച്ച പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പറഞ്ഞേ അല്ലെങ്കിൽ സാറിന് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ തട്ടിക്കറുമോ? അപ്പം തീരുമാനിച്ച് കുഴപ്പമാണ്. എന്നിട്ട് പറഞ്ഞു ഞാനേ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ PF മേടിക്കാനായിട്ട് ഞാൻ 4-5 തവണ PF അവിടെ പോയി. നടന്നില്ല കാര്യം. അപ്പോഴാണ് സാറിൻ്റെ കവിത ഞാൻ മാതൃഭൂമിയിൽ വായിച്ചത്. അപ്പോഴാണ് ഇയാൾ നല്ല വായനക്കാരനൊക്കെയാണ്, വേഷം മോശമാണെങ്കിലും ഇയാൾ നല്ല വായനക്കാരൻ, നല്ല വിവരമുള്ളവനാണല്ലോ എന്നോർത്തു. എനിക്കൊരു പശ്ചാത്താപം തോന്നി. എന്നിട്ട് അപ്പോൾ കവിത കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി എൻ്റെ കാര്യം നടക്കുമെന്നോർത്തു. മിനിഞ്ഞാന്ന് എനിക്ക് ഓർഡർ അടിച്ച് കയ്യിൽ കിട്ടി, സാറിന് 101 നമസ്കാരം എന്ന് പറയും. അതിൻ്റെ നന്ദിയായിട്ട് ആ കവിതകാരനാണ് പെട്ടെന്ന് ഒരുപാട് ജോലി നടന്നേ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറിന് 102 നമസ്കാരം 102 നമസ്കാരം എന്നും പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുറേ നേരമായാലും ഇരിക്കുന്നു, നിങ്ങളൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ പരിപാടിക്ക് പലതിനും പോകണ്ടേ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് വേറെ തിരിയുകയാണ്. നിങ്ങൾക്ക് എത്രയാ 103 നമസ്കാരം. നമസ്കാരം മാത്രമല്ല, നമുക്ക് സാറിന് അനുഗ്രഹവും വേണം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സാറിന് വേണം നമുക്ക് എല്ലാവർക്കും. താങ്ക് യു. അതെ, അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതൊക്കെ ഒരു സങ്കല്പമാകട്ടോ. അവനവൻ ജോലി ചെയ്താലേ നന്നാവുള്ളൂ. അപ്പോൾ കൃത്യനിഷ്ഠ വേണം, സമയനിഷ്ഠ വേണം, എനിക്ക് നന്നാകണമെന്നുള്ള ആഗ്രഹം വേണം. അതിൽ എൻ്റെ വഴി ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. പലർക്കും പല വഴിയല്ലേ. ഇപ്പം ഞാനൊരു വ്യവസായിയാകാനാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഈ സാഹിത്യം കൊണ്ടിരുന്നാൽ മതിയോ? അപ്പോൾ നിങ്ങളുടെ വഴി കണ്ടെത്തിയിട്ട് അതിൽ സ്ഥിര പരിശ്രമം വേണം. അങ്ങനെ വരുമ്പോൾ ഒരു 4-5 കൊല്ലം കൊണ്ടെങ്കിലും നല്ല അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ
ആദ്യം വേണ്ടത് ഇച്ഛാശക്തി. എന്താണ് ഇച്ഛാശക്തി? എനിക്ക് ഒരു വലിയ ആളാവണം, സമൂഹത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാകണം എന്നുള്ള ഇച്ഛാശക്തിയാണ് ആദ്യം വേണ്ടത്. ഇച്ഛാശക്തി കൊണ്ട് അവിടെ ഇരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് അതിനനുസരിച്ച് വേണ്ട പരിശ്രമം വേണം. 1-2 ദിവസം പരിശ്രമിച്ചാൽ പോരാ, നേരെ മറിച്ച് സ്ഥിര പരിശ്രമം വേണം. അങ്ങനെ സ്ഥിര പരിശ്രമം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ ഒക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിര പരിശ്രമത്തിൻ്റെ ആളുകളായിട്ട് നിങ്ങൾ തീരണം. ഒരു ഇച്ഛാശക്തി എന്നുള്ളതൊക്കെ ഇപ്പോഴത്തന്നെയൊക്കെ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഇന്നെ ചമനചാക്കു സാർ പറഞ്ഞില്ലേ, ഇന്നു മുതലെങ്കിലും ഞാൻ കൃത്യസമയനിഷ്ഠ പാലിച്ച് കൃത്യസമയത്ത് ഇന്ന ജോലികളൊക്കെ ചെയ്തിരിക്കും എന്നൊക്കെ പറയുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ എഴുത്തും കുത്തുമൊക്കെ നടന്നിട്ടുള്ളത് രാത്രി 1 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ്. ഞാൻ എഴുന്നേറ്റ് ഇരിക്കും. എന്നിട്ട് അന്നേരമാണ് കൂടുതൽ കവിതയൊക്കെ എഴുതിയിട്ടുള്ളത്. 4 മണിക്ക് കിടന്നിട്ട് പിന്നെ 6 മണിക്ക് കഴിക്കും. 6 മണിക്ക് എഴുന്നേറ്റിട്ട് ബാക്കി പ്രഭാത കൃത്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ പോകും. അധികവും എൻ്റെ രചനകളൊക്കെ നടന്നിട്ടുള്ളത് 1 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ്. അത് നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഒരു സമയം കണ്ടെത്തിയാൽ ആ സമയത്ത് എഴുന്നേറ്റിരുന്ന വായനയാണെങ്കിൽ വായന, എഴുത്താണെങ്കിൽ എഴുത്ത്, അങ്ങനെയുള്ള നിങ്ങളുടെ ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞനാവണമെന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നല്ലതെന്ന് ആ രംഗത്തുള്ളവരോട് അഭിപ്രായം ചോദിച്ച് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. എല്ലാ പുസ്തകവും വായിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആയുസ് പോരാ, ഒരായുസൊന്നും പോരാ. അതുകൊണ്ട് സിലക്റ്റീവ് ആവണം.